മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷോയബ് അക്തറിന്റെ സഹോദരന്റെ സംസ്കാര ചടങ്ങുകൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. 2025 പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ ഇ തോയ്ബ ഡെപ്യൂട്ടി മേധാവിയുമായ സൈഫുള്ള കസൂരി ഉൾപ്പെടെയുള്ള ഭീകരർ ഈ ചടങ്ങിൽ പങ്കെടുത്തതാണ് വിവാദമായത്. ഷുഹൈബിന്റെ സഹോദരൻ ഷാഹിദ് അക്തർ ജൂൺ 24 അന്തരിച്ചത്. ഇന്ത്യയിലെ 26/11 മുംബൈ ആക്രമണം, പഹൽഗാം കൂട്ടക്കൊല എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച നിരവധി നേതാക്കൾ ഇസ്ലാമാബാദിലെ H8 ഖബർസ്ഥാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോകൾ വൈറലായി മാറിക്കഴിഞ്ഞു. സൈഫുള്ള കസൂരിക്ക് പുറമെ ലഷ്കർ ഇ തോയ്ബയുടെ രാഷ്ട്രീയ മുന്നണിയായ പാകിസ്ഥാൻ മാർക്കസ് മുസ്ലിം ലീഗ് പ്രസിഡന്റായ ഇനാമുർ റഹ്മാനും ഈ സംസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. പാകിസ്ഥാൻ മർക്കാസി മുസ്ലിം ലീഗാണ് വീഡിയോ പുറത്തുവിട്ടതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഇസ്ലാമാബാദ് PMML അംഗങ്ങളായ അബ്ദുള്ള നൂർ ഹാഫിസ്മാൻ, അംജദ് ഭട്ടി എന്നിവരോടൊപ്പം ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ മകനായ തൽഹ സയ്യിദും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് സയ്യിദ് തന്റെ സംഘടനകളായ ജമാ അത്തുദുവ, മില്ലി മുസ്ലിം ലീഗ് എന്നിവയ്ക്കെതിരെയുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര നിരോധനങ്ങൾ മറികടക്കാൻ വേണ്ടിയാണ് PMML രൂപീകരിക്കുന്നത്. ഈ പാർട്ടി 2024 പാകിസ്ഥാൻ പൊതു ഇലക്ഷനിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കസൂരിയെ പോലുള്ള തീവ്രവാദികൾ പരസ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് പാകിസ്ഥാൻ നൽകുന്ന തുടർച്ചയായ പിന്തുണയും സംരക്ഷണവും ഒരിക്കൽ കൂടി തുറന്നു കാണിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭരണ സംവിധാനങ്ങളിൽ ഇത്തരം നിരോധിത ഭീകര സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഈ സംഭവം വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈഫുള്ള കസൂരിയുടെ പൊതുപരിപാടികളിലെ സാന്നിധ്യം തീർച്ചയായും ആശങ്ക ഉയർത്തുന്നതാണ്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ 25 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഈ ലഷ്കർ ഡെപ്യൂട്ടി ചീഫ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഈ അതിക്രൂരമായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും മുരീദ് കയിലെ ലഷ്കർ ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന ഭീകര ക്യാമ്പുകൾ തകർക്കാനും റാവൽപിണ്ടി മുതൽ സുക്കൂർ വരെയുള്ള സൈനിക താവളങ്ങളെ ലക്ഷ്യമിടാനും ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ഈ ശക്തമായ തിരിച്ചടി ലഷ്കറിനും മറ്റു ഭീകര സംഘടനകൾക്കും കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. ആ സംഭവത്തിന് പിന്നാലെ കസൂരി കടൽ മാർഗം മറ്റൊരു മുംബൈ മോഡൽ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ പുറത്തു വന്ന ഒരു വീഡിയോയിൽ ശത്രുവിനെ കരയിലോ വായുവിലോ കടലിലോ ഒരിടവും ബാക്കി വെക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യക്കെതിരെ പരസ്യമായ ഭീഷണി ഇയാൾ മുഴക്കുന്നതും കാണാമായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതം മൂലമാണ് ഷാഹിദ് അക്തർ മരിക്കുന്നത്. അക്തറിന്റെ കുടുംബത്തെ അനുശോചനം അറിയിക്കുന്നതിനിടെയാണ് ഭീകര സംഘടനയുമായി ബന്ധമുള്ളവരുടെ സാന്നിധ്യം വെളിപ്പെടുന്നത്. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ നേതൃത്വം നൽകുന്ന ചടങ്ങിൽ ഭീകരവാദികളും അവരുമായി അടുത്ത ബന്ധമുള്ളവരും പ്രത്യക്ഷപ്പെടുന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടി തന്നെയാണ്. തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കാൻ എന്ന പേരിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് ഡോളറാണ് ചോദിച്ചു വാങ്ങിക്കുന്നത്. 2011 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഷോയബ് അക്തർ നിലവിൽ പാകിസ്ഥാനിൽ ഔദ്യോഗിക സ്ഥാനമൊന്നും വഹിക്കുന്നില്ല. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വീട്ടിലെ ചടങ്ങുകളിൽ തീവ്രവാദികൾ പങ്കെടുക്കുന്ന കാഴ്ച അവർക്ക് ദോഷം ചെയ്യും. പാകിസ്ഥാനിൽ എവിടെയും സ്വതന്ത്രമായി ഇറങ്ങി നടക്കുകയാണ് തീവ്രവാദികൾ. ഇവർക്കെതിരെ പ്രവർത്തിക്കുക എന്നത് പോയിട്ട് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പോലും പാകിസ്ഥാൻ സർക്കാർ ആയിരിക്കുമെന്നാണ് ഇത്തരം വാർത്തകൾ നൽകുന്ന സൂചന.